ഹായ്, നാളെ വിഷു അല്ലേ? നാളത്തേക്ക് നമുക്കൊരു ഓലനായാലോ? എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇതിനായി എടുത്തിരിക്കുന്നത് ഇളവൻ. ഇളവൻ എന്ന് വെച്ചാൽ മൂപ്പ് കുറഞ്ഞ കുമ്പളങ്ങ. പകുതി കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. കനം കുറച്ച് കുമ്പളങ്ങ അരിഞ്ഞെടുക്കാം. ഇതേപോലെ വേണം അരിഞ്ഞെടുക്കാൻ. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നാളികേരപ്പാൽ പിഴിയാൻ മാത്രമേ പ്രയാസമുള്ളൂ. ഇൻഗ്രീഡിയൻസും കുറവാണ്. ഇവിടെ പാലിനായി ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് ഒരു പച്ചമുളകും ഒരു തണ്ട് വേപ്പിലയും. ഇത് തെൻപാല് അല്ലെങ്കിൽ ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല്. ഇനി കറിയുണ്ടാക്കാൻ തുടങ്ങിയാലോ? ഒരു പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കിയ കുമ്പളങ്ങ ഇട്ടുകൊടുക്കാം. കൂടെ പച്ചമുളകും വേപ്പിലയും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഉപ്പിടുമ്പോൾ വളരെ കുറച്ചിടാമുള്ളൂ. കുമ്പളങ്ങയിൽ വേഗം ഉപ്പ് പിടിക്കും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരു പാത്രമെടുത്ത് നമുക്ക് അടച്ചു കൊടുക്കാം. കറി തിളയ്ക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. ഇവിടെ ഇളക്കി കൊടുക്കുന്നത് അധികമായി എടുത്തിട്ടില്ല. ഇപ്പോൾ ഉപ്പ് നോക്കി, ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഒന്നാം പാൽ വറ്റി വെളിച്ചെണ്ണയെല്ലാം തെളിഞ്ഞു വന്നു. കഷ്ണങ്ങളെല്ലാം മുക്കാഭാഗം വെന്തിട്ടുമുണ്ട്. ഇതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുന്നത് എടുക്കാൻ മറന്നുപോയി. കറി തിളയ്ക്കുമ്പോൾ പാൽ പിരിഞ്ഞതുപോലെ ആയാലും കുഴപ്പമില്ല. അത് ലാസ്റ്റ് ശരിയാവും. കറി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ അതിൻ്റെ ഇടയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. പാൽ ചേർത്ത് കഴിഞ്ഞാൽ 1 മിനിറ്റിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യണം. പാൽ തിളയ്ക്കാൻ സമ്മതിക്കരുത്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിൻ്റെ ചൂട് കൊണ്ടാണ് കറി തിളയ്ക്കുന്നത്. ഫ്ലെയിം ഓഫാണേ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സെർവിങ് ഡിഷിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. ഡെക്കറേഷന് വേണ്ടിയാണ് കേട്ടോ ഞങ്ങളിവിടെ മുളക് കീറിയും വേപ്പിലയും ഒക്കെ വെച്ചത്. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓലനും പപ്പടവും ചോറും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. ബൈ. ഹാപ്പി വിഷു.